നമസ്കാരം. ഫലസ്തീൻ പ്രശ്നത്തിൽ നിർണായക പ്രഖ്യാപനവുമായി ഫ്രാൻസ് രംഗത്തെത്തി. ഫലസ്തീനെ രാജ്യമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചു. സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വെച്ച് ഫ്രാൻസ് പ്രതിനിധി ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിൽ പുതിയ ദിശയാണ് ഉണ്ടായിരിക്കുന്നത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും സാധാരണക്കാരെ രക്ഷിക്കുകയുമാണ് അടിയന്തരമായി ചെയ്യേണ്ടതെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു. ഗാസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും ഹമാസിനെ നിരായുധീകരിക്കുകയും ഗാസയെ പുനർനിർമ്മിക്കുകയും വേണമെന്നും എക്സിൽ കുറിച്ചു. ഇസ്രായേലിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഫലസ്തീൻ രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്നും മധ്യപൂർവ്വ ദേശത്തെ സമാധാനത്തിനായി മറ്റ് ബദലുകളില്ലെന്നും മാക്രോൺ കൂട്ടിച്ചേർത്തു. അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയത്. ജോർദാൻ വാലിയിലും ഇസ്രായേലിന് ചരിത്രപരമായ അവകാശമുണ്ടെന്ന് പ്രമേയം പറയുന്നു. നെസറ്റിലെ 71 അംഗങ്ങളിൽ 13 പേർ മാത്രമാണ് എതിർത്ത് വോട്ട് ചെയ്തത്. ചില പാർട്ടികൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ജൂതന്മാരുടെ ആത്മീയ ഭൂമിയുടെ ചരിത്രപരവും സാംസ്കാരികപരവുമായ ഭാഗമാണ് വെസ്റ്റ് ബാങ്ക് എന്നും ഇനി ഫലസ്തീൻ രാഷ്ട്രം അജണ്ടയിലില്ലെന്നും ജൂതന്മാർ പ്രഖ്യാപിച്ചു. വെസ്റ്റ് ബാങ്കിൽ പൂർണ്ണമായും ഇസ്രായേലി അധികാരവും നിയമവും ഭരണവും സ്ഥാപിക്കാനും നെസറ്റ് തീരുമാനിച്ചു. ദൈവിക പ്രവചനങ്ങൾ നടപ്പാവുകയാണെന്നും ലോകത്തെ ഇസ്രായേലിന്റെ സുഹൃത്തുക്കളെല്ലാം പിന്തുണയ്ക്കുമെന്നും പ്രമേയം പറയുന്നു. 1967 6 ദിവസത്തെ യുദ്ധത്തിൽ ജോർദാനിൽ നിന്ന് പിടിച്ചെടുത്ത ജെറുസലേം ഒഴിച്ചുള്ള പ്രദേശങ്ങൾ താൽക്കാലിക അധിനിവേശത്തിലാണെന്നാണ് ഇസ്രായേലി നിയമം പറയുന്നത്. ആ പ്രദേശങ്ങളുടെ നിയമപരമായ ഗവർണർ ഇസ്രായേലി സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡാണ്. 1990കളിൽ ഇസ്രായേലും PLOയും ഒപ്പിട്ട ഓസ്ലോ കരാറുകൾ പ്രകാരം ഈ പ്രദേശങ്ങളിൽ 3 തരംതിരിച്ചിരിക്കുന്നു. ഫലസ്തീനുകൾ കൂടുതലുള്ള പ്രദേശങ്ങളെ A എന്നാണ് വിളിക്കുന്നത്. അവയിൽ ഫലസ്തീൻ അതോറിറ്റിക്കാണ് അധികാരം. B പ്രദേശങ്ങളിലെ ഭരണം ഫലസ്തീൻ അതോറിറ്റിക്കാണെങ്കിൽ പോലീസ് നടപടിയിലെ അധികാരം ഇസ്രായേലിനാണ്. C പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. നിലവിൽ 5 ലക്ഷം ജൂത കുടിയേറ്റക്കാരാണ് C പ്രദേശങ്ങളിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. അവയെ നിയമവിരുദ്ധ കുടിയേറ്റമായിട്ടാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്. അതിനിടെ ഗാസയിലേക്കുള്ള അതിർത്തി അടച്ചുപൂട്ടിയതിൽ ഹേഗിലെ ഈജിപ്ഷ്യൻ എംബസിയുടെ ഗേറ്റ് പൂട്ടിയിട്ട് പ്രതിഷേധിച്ച് നെതർലാൻഡ്സിലെ ആക്ടിവിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഈജിപ്ഷ്യൻ എംബസിയുടെ ഗേറ്റ് ആക്ടിവിസ്റ്റുകൾ ചങ്ങലയിട്ട് പൂട്ടുകയായിരുന്നു. ഈജിപ്ഷ്യൻ ആക്ടിവിസ്റ്റ് അനസ് ഹബീബ് ഫോണിൽ സ്വയം ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെയാണ് എംബസിക്കെതിരായ പ്രതിഷേധം ചർച്ചയായത്. ഹേഗിലെ എംബസി കെട്ടിടത്തിലേക്ക് പോകുന്ന വീഡിയോയാണ് അനസ് പുറത്തുവിട്ടത്. ഗസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള സുപ്രധാനമായ ക്രോസിംഗ് മേഖലയാണ് റഫ. എന്നാൽ റഫ അതിർത്തി തുറക്കാൻ ഈജിപ്ത് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇസ്രായേലിന്റെ ഉപരോധത്തിലും ആക്രമണത്തിലും ഫലസ്തീനികൾ മരിച്ചു വീഴുന്ന സാഹചര്യത്തിലും അതിർത്തി തുറക്കില്ലെന്ന തീരുമാനത്തിലാണ് ഈജിപ്ത് തുടരുന്നത്. ഇസ്രായേൽ ഉപരോധത്തെ തുടർന്ന് കഴിഞ്ഞ 4.5 മാസമായി UN ഏജൻസിയായ അനർവയുടെ സഹായ ട്രക്കുകൾ ഈജിപ്തിലും ജോർദാനിലുമായി കുടുങ്ങിക്കിടക്കുകയാണ്. നേരത്തെ റഫ അതിർത്തിയിലൂടെ ഗസയിലേക്ക് കടക്കാൻ ശ്രമിച്ച UN പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അനസ് ഹബീബ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചാണ് അദ്ദേഹം എംബസിയുടെ ഗേറ്റ് പൂട്ടിയത്. റഫ അതിർത്തി തുറക്കുന്നതുവരെ ഗേറ്റിൽ നിന്ന് സൈക്കിൾ ചെയിൻ മാറ്റില്ലെന്ന് അനസ് പറയുന്നതായി വീഡിയോയിൽ കേൾക്കാം. ഉപരോധം താനല്ല ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ഈജിപ്താണെന്നും അനസ് ഹബീബ് പറയുന്നു. അനസ് ഹബീബിന് പുറമെ നെതർലൻഡ്സിലെ നിരവധി ആക്ടിവിസ്റ്റുകൾ സമാനമായ രീതിയിൽ ഈജിപ്തിനെതിരെ പ്രതിഷേധം അറിയിച്ചു. ബുധനാഴ്ച ഹേഗിലെ ഈജിപ്ഷ്യൻ എംബസിക്ക് മുന്നിൽ വലിയ പ്രതിഷേധമാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം ഗസയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതോടെ 80 കുട്ടികൾ ഉൾപ്പെടെ 113 ഫലസ്തീനികൾ പട്ടിണി മൂലം മരണപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച മാത്രം പോഷകാഹാരക്കുറവ് മൂലം മരിച്ചത് 15 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 79 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 483 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 59,587 ഫലസ്തീനികളെ കൊലപ്പെടുത്തുകയും 1,43,498 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.